കേരളത്തെ അടിമുടി വിറപ്പിച്ച, ചുരുക്കി പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഉരുട്ടിക്കൊലക്കേസിൽ പോലീസുകാരായ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട ഹൈക്കോടതി. ഹൈക്കോടതിയുടെ ഉത്തരവ് കേട്ട് പൊട്ടിക്കരഞ്ഞ് കൊല്ലപ്പെട്ട ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മ. കോടതിക്ക് ഹൃദയമില്ലെന്നും പ്രതികൾ പുറത്തിറങ്ങാനായി ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ടെന്നും പ്രഭാവതി അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോടതിക്ക് കണ്ണ് കണ്ടൂടെ? അവൻ്റെ തുടയിൽ 22 മുറിവുകളുണ്ടായിരുന്നു. ഉള്ളങ്കാൽ കണ്ടാൽ ആരും അപ്പോഴേ ബോധം കെട്ട് വീഴും. അപ്പോഴാണ് കോടതി പറയുന്നത് പ്രതികൾ കുറ്റക്കാരല്ലെന്ന്. ഇപ്പോൾ ആർക്കും എന്തും ചെയ്യാമല്ലേ? ആണിനും പെണ്ണിനും ഒരേ ഹൃദയമേ ഉള്ളൂ. ഇപ്പോൾ ആർക്കും ഹൃദയമില്ലെന്നാണ് തോന്നുന്നത്. പ്രഭാവതി അമ്മ വിതുമ്പി. പ്രതികൾക്ക് ശിക്ഷ കിട്ടണമെന്നാണ് തൻ്റെ ആവശ്യം. ഇപ്പോൾ പുറത്തിറങ്ങിയവരെ അകത്താക്കണമെന്നും പ്രഭാവതി അമ്മ പറഞ്ഞു. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കുപ്രസിദ്ധമായ ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ പോലീസുകാരെയും ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. കേസിന്റെ അന്വേഷണത്തിൽ CBIക്ക് വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ബെഞ്ച് പ്രതികളെ വെറുതെ വിട്ടത്. കേസിൽ 1-ാം പ്രതിക്ക് വിധിച്ചിരുന്ന വധശിക്ഷയും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് പ്രഭാവതി അമ്മ പൊട്ടിക്കരഞ്ഞ് പ്രതികരിച്ചത്. നഗരത്തിലെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് കിള്ളിപ്പാലം കീഴാറന്നൂർ കുന്നുംപുറം വീട്ടിൽ ഉദയകുമാർ എന്ന 28-കാരൻ തുടയിലെ രക്തധമനികൾ പൊട്ടി 2005 സെപ്റ്റംബർ 27 രാത്രി 10:30-യോടെയാണ് മരിച്ചത്. ഇതാണ് കേസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം മോഷണക്കുറ്റം ആരോപിച്ച് പിടികൂടിയ ഉദയകുമാറിനെ ഫോർട്ട് പോലീസ് ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കി കൊന്നുവെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും ഉരുട്ടിയുമാണ് കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. കേസ് പോലും ചാർജ് ചെയ്യാതെയാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് കൊലപ്പെടുത്തിയതെന്ന് കുറ്റപത്രം വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് 2008 ഓഗസ്റ്റിലാണ് അന്വേഷണം CBI ഏറ്റെടുത്തത്. ഫോർട്ട് സ്റ്റേഷനിലെ പോലീസുകാരായ K ജിതകുമാർ, SV ശ്രീകുമാർ, പിന്നീട് DYSP ആയ അജിത് കുമാർ, മുൻ SP-മാരായ EK സാബു, TK ഹരിദാസ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ 1-ാം പ്രതി ജിതകുമാറിനും 2-ാം പ്രതി ശ്രീകുമാറിനും തിരുവനന്തപുരം പ്രത്യേക CBI കോടതി 2018 വധശിക്ഷ വിധിച്ചു. ഇതിൽ ശ്രീകുമാർ 2020 മരിച്ചു. 5 മുതൽ 7 വരെ പ്രതികളായ അജിത് കുമാർ, EK സാബു, TK ഹരിദാസ് എന്നിവർക്കെതിരെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കൃത്രിമ രേഖ ചമക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു. 3 വർഷം തടവായിരുന്നു ഇവർക്ക് ശിക്ഷ. കൊല നടക്കുമ്പോൾ അജിത് കുമാർ ഫോർട്ട് സ്റ്റേഷനിലെ SI-യും സാബു CI-യുമായിരുന്നു. ഹരിദാസ് അസിസ്റ്റന്റ് കമ്മീഷണറും 3-ാം പ്രതി ASI KV സോമനെയും കുറ്റക്കാരനായാണ് കണ്ടെത്തിയതെങ്കിലും വിചാരണാവേളയിൽ മരിച്ചതിനാൽ കേസിൽ നിന്ന് ഒഴിവാക്കി. 4-ാം പ്രതി VP മോഹനനെ വിചാരണ കോടതി നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ആദ്യ 3 പ്രതികളായിരുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായത്. ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മയുടെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 13 വർഷത്തിന് ശേഷം 2018 പോലീസുകാരെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി പുറത്തു വന്നത്. എന്നാൽ മുഴുവൻ പോലീസുകാരെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധിയാണ് മരണത്തിന് 20 വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നത്. പ്രഭാവതി അമ്മയുടെ കണ്ണീർ ആരും കണ്ടില്ല എന്നാണ് ചുരുക്കം. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.